പെട്ടെന്ന് തുടങ്ങിയ ഒരു ബ്രാൻഡ് അല്ല culture.in. ഞാനൊരു 6th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഓൺ ബ്രാൻഡ്. പരിചയം ഒന്നുമില്ല, ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പല ബുദ്ധിമുട്ടുകളും പല കടമ്പകളും കടക്കേണ്ടതായിട്ട് വന്നിട്ടില്ലേ? ഞാൻ ഒന്നുമില്ലായ്മയെന്ന് വന്നതാണ്. ഭയങ്കര ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഫാമിലി ഒന്നും അല്ല എൻ്റെത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞാണ്, ഷോപ്പ് ഇപ്പൊ തുടങ്ങണ്ട, ബിസിനസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണ്ട, മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്. സോഷ്യൽ മീഡിയ വഴിയാണ് കുറെ പേര് നമ്മുടെ ഷോപ്പ് കണ്ടുപിടിച്ച് വരാൻ തുടങ്ങിയത്. പക്ഷെ ആദ്യം ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിന് റെന്റ് കൊടുക്കാൻ പോലും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. കുറച്ച് നാൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും വിചാരം നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത ഉടനെ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടും, ഭയങ്കര നന്നായിട്ട് അടിപൊളിയായിട്ട് പോകും. അങ്ങനെയാണ് ഒരിക്കലും അല്ല. നമ്മള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അതെ, എൻ്റെ ആഗ്രഹം എന്നോടൊപ്പം തന്നെ വളർന്നു. പക്ഷേ +2 കഴിഞ്ഞു. ഞാൻ ഫാഷൻ ഡിസൈനിങ് അല്ലാണ്ട് എൻ്റെ മനസ്സിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. സക്സസ്ഫുൾ എന്ന് ഞാൻ മീൻ ചെയ്യുന്നത്, എൻ്റെ രീതിയിലുള്ള സക്സസ് എന്ന് പറയുമ്പം എനിക്ക് മുമ്പ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഉമ്മ എനിക്ക് 6 months ഉള്ളപ്പോൾ എൻ്റെ വാപ്പ മരിച്ചു പോയതാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് എന്നെ വളർത്തിയത്. അപ്പോൾ പുള്ളിക്കാരി എനിക്കിപ്പം ലോകം കാണിക്കാൻ പറ്റുന്നുണ്ട്, ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ രീതിയിൽ അതൊക്കെയാണ് എൻ്റെ സക്സസ്.